നല്ല ടേസ്റ്റിൽ ഒരു ബട്ടർ ചിക്കൻ റോസ്റ്റ്. ഹലോ, ഇന്ന് നമ്മളായിട്ടുണ്ടല്ലോ ഒരു അടിപൊളി ബട്ടർ ചിക്കൻ കഴിച്ചിട്ടില്ലേ? ഇത് ബട്ടർ ചിക്കൻ അല്ല, ബട്ടർ ചിക്കൻ റോസ്റ്റ്. നല്ല അടിപൊളിയായിരിക്കും. നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വാടോ, നമ്മൾ ഇന്നത്തെ ബട്ടർ ചിക്കൻ റോസ്റ്റില്ലേ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ സാധനം നോക്കിക്കോ. ഈ സാധനം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഇല്ലേ, 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയായി കൊണ്ടുവന്ന 1/2 കിലോ ചിക്കൻ. ഇനി അതിലേക്കില്ലേ ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഇതാ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറുനാരങ്ങൻ്റെ ഫുള്ള് നീര് വേണേ, ഒരു ചെറുനാരങ്ങൻ്റെ ജ്യൂസ്. ഓക്കെ, ഇനി അതിലേക്ക് ഒരു തൈര്, 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമ്മളൊരു വലിയ ഉള്ളിയില്ലേ ചെറുതായി മുറിച്ചിട്ട് ഫ്രൈ ചെയ്താണ്, അതിൻ്റെ പകുതി അങ്ങ് ഇട്ട് കൊടുക്കുന്നു. ഇനിയുണ്ടല്ലോ അതിലേക്ക് അടുത്തത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യമുള്ള ഉപ്പ് ഇട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ആ മസാല ഉണ്ടല്ലോ ചിക്കനിൽ നല്ലോണം പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഒരു 1/2 മണിക്കൂർ ഉണ്ടല്ലോ അങ്ങ് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോകുക. ഒരു നല്ല മാരിനേറ്റ് അതിൽ പിടിക്കട്ടെ ശരിക്കും. ഇനി നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങണ്ട. അടുത്ത മെയിൻ ഒരു മസാലയും കൂടി ഉണ്ട്. നമ്മളെ ആ ഉള്ളിൻ്റെ ഫ്രൈ ചെയ്ത ഉള്ളിയില്ലേ അതിൻ്റെ പകുതി ഒരു ജ്യൂസിൻ്റെ ജാറെടുത്തിട്ട് ഇടുന്ന്. ഇനി അതിലേക്കുണ്ടല്ലോ 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ജീരകം ഒരു ടീസ്പൂൺ ജീരകം ഇട്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇടുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരിക. ഈ പരുവത്തിൽ അതിൽ വെള്ളം ഒഴിക്കണ്ട, ഈ ടൈപ്പിൽ നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരിക. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് ഒരു പാൻ വെക്കുന്നത്. എന്നിട്ട് ഒരു പീസ് ബട്ടർ, ഒരു ആവശ്യത്തിനുള്ള, ഇനി വേറെ ഓയിൽ അതൊന്നുമില്ലേ, ഈ ബട്ടറാണ് മെയിൻ സംഭവം. ഈ ബട്ടർ നല്ലോണം അങ്ങ് മെൽറ്റ് ചെയ്യുക. ഇതുപോലെ മെൽറ്റ് ആയാലുണ്ടല്ലോ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, മാരിനേറ്റ് ചെയ്ത് ചിക്കൻ 1/2 മണിക്കൂർ വെച്ച ചിക്കൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയാൽ പതുക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ, കൂട്ടത്തിൽ തെറ്റിപ്പിക്കുക കേട്ടോ. ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി ഇതേപോലെ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കാമെന്ന്. ഇനി ആ പാത്രത്തിലെ മസാല വെച്ച പാത്രത്തിൽ കുറച്ച് മസാല ഉണ്ടായിരുന്നു, അത് വെള്ളമൊഴിച്ച് ആ പാത്രം നല്ല ക്ലീനാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തു അതിലോട്ട്, ആ മസാലേൻ്റെ വെള്ളം. ഇനി നമ്മൾ ഒരു അടച്ചു വെച്ചിട്ടില്ലേ ഒരു 10 മിനിറ്റ് വേവിക്കാം. ഏകദേശം ഒരു ഭാഗം ഒരു 10 മിനിറ്റാണ് വേവിക്കുന്നത്. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ചെറിയ ഫ്ലെയിമിലേ വെക്കണ്ടേ. ഇനി തുറന്നിട്ട് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നു. ഇതുപോലെ ഒന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ആ ചിക്കൻ ഒരു ഭാഗം നല്ല വന്നിട്ടുണ്ടാവും. ഇനി അടുത്ത ഭാഗം നമുക്ക് വേവിക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം അങ്ങനെ മറിച്ചിട്ട് കൊടുത്തു. നോക്കിയേ. ഇനി നമുക്കില്ലേ ആ നമ്മൾ സ്പെഷ്യൽ മസാല കൂട്ടില്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് നല്ലോണം ഒന്ന് കുഴച്ച് പിടിപ്പിക്കുക. അതിലേക്ക് കയ്യിലെടുത്തിട്ട് നല്ലോണം എല്ലാ ചിക്കനിലും ആ വെള്ളത്തിൽ മസാലയിലേക്ക് നല്ലോണം ഒന്ന് പിടിച്ചോട്ടെ. കട്ട ഉണ്ടാകും വെള്ളേ, കട്ട നല്ലോണം പോകുന്നവരെ ഇങ്ങനെ ഒന്ന് ഇതായി കൊടുക്കുക. അത് രണ്ടാമത്തെ ഭാഗം വേവിക്കും മതി, ആദ്യം വേണ്ടേ. ഓക്കെ, നല്ലോണം ഇളക്കി കൊടുത്തതാ. നല്ല കളറിനിപ്പോൾ മാറി വരും, നല്ല അടിപൊളി കളറായി വരും. പതുക്കെ ആക്കി കൊടുത്താൽ മതി. നല്ല മണം ഇങ്ങനെ മൂക്കിലേക്ക് വരുന്നുണ്ട് മക്കളെ, എൻ്റെ പൊന്നു. ഇനി അടച്ചു വെച്ചിട്ടില്ലേ ഒരു 5 മിനിറ്റും കൂടി നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാലേ നമുക്ക് ഓപ്പൺ ചെയ്യാതെ. ഓ എന്താ സ്മെല്ലെന്നറിയാം, നല്ല അടിപൊളി മണമാണ് ഈ കറിയല്ലേ ഈ റോസ്റ്റ്. നോക്കിയേ, അങ്ങനെ നമ്മൾ ഒന്നുകൂടി ഇളക്കി കൊടുത്ത് കുറച്ച് ആ ചാറൊക്കെ ഉണ്ടല്ലോ അത് വറ്റിച്ച് കൊടുക്കണേ. ചില ആൾ ചാറ് വേണ്ടവരുണ്ടാവും, അവർക്ക് പിന്നെ അത് റോസ്റ്റ് ആവില്ലല്ലോ. ഇനി നമ്മൾ നല്ല കറിവേപ്പില അതിലിട്ട് കൊടുത്ത് ഒരു 10-12 അതിൽ കറിവേപ്പില അങ്ങിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല ഇപ്പം തന്നെ കാണുമ്പോൾ ഇങ്ങനെ തിന്നാൻ പൂതിയാണ് കേട്ടോ. നല്ല കളറും നല്ല മണവെല്ലായിട്ട് ഇങ്ങനെ ഒന്നും പറയണ്ട. അത് നല്ലോണം ഇളക്കി കൊടുത്തേ. ഇനി 1-2 മിനിറ്റ് കൂടി അങ്ങനെ വെച്ച് ഇപ്പം നല്ലോണം വറ്റിയിട്ടുണ്ട് കുറച്ച്. ഇനി നമുക്ക് മല്ലിയില ചെറുതായി മുറിച്ചിട്ട് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം നമ്മൾ റോസ്റ്റ് ഇവിടെ റെഡിയായേ, നമ്മളെ ബട്ടർ ചിക്കൻ റോസ്റ്റ് റെഡിയായി. നല്ല അടിപൊളി സംഭവമാണ്. പേരെന്തും വിളിച്ചു. ഇത് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതിയാ, കുറച്ച് ഗ്രേവി. എനിക്ക് കുറച്ച് ഗ്രേവി വേണം അതിൽ, അപ്പോൾ അത് ചോറൊക്കെ തിന്നും വേണ്ടല്ലോ, അടിപൊളിയാണ്. നമ്മൾ നോക്കിയേ അടിപൊളിയായിട്ടുണ്ട് സംഭവം. എങ്ങനെയുണ്ട് നോക്കിയാൽ, ഇങ്ങനെ എടുത്തു നോക്കാമല്ലോ, കയ്യിലോണ്ട് ഇങ്ങനെ എടുക്കാം. നോക്കിയാൽ കാണുമ്പോൾ തന്നെ ഒരു കൊതിയാവുന്നുണ്ടോ? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ട് മക്കളെ. അതിൻ്റെ ആ മസാലൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ നല്ല കുഴപ്പമാണ്. നോക്കിയേ എപ്പടി. ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ ബട്ടർ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് സെർവ് ചെയ്യാം. നോക്കിയാൽ ഇതുപോലെ പതുക്കെ ഇട്ട് കൊടുക്കുക. നോക്കിയാൽ നല്ല മൊഞ്ചൻ ചിക്കനായിട്ടുണ്ടേ. നോക്കിയേ, അത് നല്ലോണം വറ്റിച്ചിട്ട് കൊടുക്കുക. അതങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ആ ടൈപ്പിൽ എടുക്കാം.
ശരിക്കും പറഞ്ഞാൽ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലോണം പറ്റിക്കും, കുറച്ചും കൂടി പറ്റിക്കും. എനിക്ക് കുറച്ചൊരു ഗ്രേവി വേണം ഈ ചോറിൻ്റെ കൂടെ അടിക്കാൻ വേണ്ടി. ഇന്ന് നെയ്ച്ചോറാക്കിനെ, കുക്കർ നെയ്ച്ചോറ് കേട്ടോ. അത് വിട്ടിട്ട് ഇതാ നോക്കിയാൽ അതിലേക്ക് അങ്ങോട്ട് കൊടുത്ത് കുറച്ചവിടെ എന്താ പറയുക, കച്ചമ്പറ എന്തെങ്കിലും പറയാം, കുറച്ച് ക്യാരറ്റ് ഇതൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ്. സിമ്പിളാണ് സംഭവം, തൈരൊന്നുമില്ല അതിൽ. ഇനി അതിൽ നിന്ന് കുറച്ചെടുത്ത് പിന്നെ ആ ചിക്കൻ ഒരു കഷ്ണം എടുത്തിട്ട് എൻ്റെ മക്കളെ ഒരു കുഴച്ചിട്ട് ഒരു പിടുത്തം ഇതുപോലെ കുഴച്ച് എൻ്റെ പൊന്നോ എന്താ ഒരു ടേസ്റ്റ് എന്നറിയാം. കൊതി വെക്കണ്ട ആരും കേട്ടാ. ലൈക്കും കമൻറ്റും സപ്പോർട്ടും അങ്ങ് ചെയ്തേക്ക് എപ്പടി.